വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എക്സ്പ്ലോർ വിത്ത് റിനു. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. എന്താണ് ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്നൊരു വീഡിയോ സ്ട്രൈക്കായി. അതിലെന്താണ് പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എന്നൊരു ആളില്ല, പിന്നെ ഇഹലോകവാസം, പരലോകവാസം, സ്വർഗം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ വെറും മിത്ത് മാത്രമാണ് എന്നാണ് പറയുന്നത് പുള്ളി. അപ്പൊ എനിക്കത് കേട്ടപ്പോഴേക്കും, ഞാൻ നല്ലൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കത് കേട്ടപ്പോൾ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിന്റെ റീസൺ ഞാനിപ്പോൾ പറഞ്ഞുതരാം. എനിക്ക് എന്റേതായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നുണ്ട്. എന്നെ കമന്റ് ബോക്സിൽ പൊങ്കാലിടാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ മാത്രം ഒപ്പീനിയനാണ്. ഒരു മതത്തിനെ സപ്പോർട്ട് ചെയ്ത് ഒന്നും ഞാനിവിടെ സംസാരിക്കില്ല. എന്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉത്ഭവിക്കുന്ന ഒരു ടൈം തുടങ്ങി ആ കുഞ്ഞ് അറിയണില്ല പുറത്ത് ഇങ്ങനെ ഒരു ഭൂമി ഉണ്ടെന്നാ, ഇങ്ങനെ ഒരു ലോകം ഉണ്ടെന്നാ, ഇതുപോലെ ഒരുപാട് മനുഷ്യരോട് ജീവിക്കണമെന്നാ എന്നും ആ കുഞ്ഞ് അറിയണില്ല. പക്ഷേ പുറത്ത് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്. ആ കുഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇഹലോകം എന്ന് പറഞ്ഞൊരു കാര്യം നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരലോകം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കണ്ടുകൊണ്ട് കാണാത്ത പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഈ സംശയത്തോടെ എല്ലാ കാര്യത്തിനെ നോക്കിക്കാണുന്ന ഒരാൾക്ക് അതെന്നും സംശയം തന്നെയായിരിക്കും. ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളോട് നമ്മൾ ഒരുപാട് തവണ ദൈവത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നില്ല. അത് വേറൊരു വിഭാഗം ആൾക്കാർ അങ്ങനെയുള്ളത്. അവര് നമുക്ക് ഇതിലോട്ട് അടുപ്പിക്കണം എന്നാ, ദൈവത്തിലോട്ട് അടുപ്പിക്കണം എന്നാ, അല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ചിലവരോട് പറ്റില്ല. അവർ നമ്മളോട് തർക്കിച്ച് നിൽക്കും. അതങ്ങനെ ആയിരിക്കും. പിന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ. ഇപ്പൊ എന്റെ മരണം എനിക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ന ദിവസം മരിക്കുമെന്ന, ഇന്ന ദിവസം എനിക്ക് അസുഖം വരുമെന്ന, അല്ലെങ്കിൽ ആ അസുഖം മൂലം ഞാൻ ഇന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ കിടപ്പാകുമെന്ന, അല്ലെങ്കിൽ ഇനി എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന എന്നൊന്നും എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിന് നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു പ്ലാനും പദ്ധതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ദൈവത്തിന്. അപ്പൊ അതനുസരിച്ച് മുന്നോട്ട് പോകുള്ളൂ. ദൈവത്തിന് ഒരാളുടെ മരണം എന്ന് വേണം ഉള്ളത് എന്തായാലും അറിയാൻ പറ്റും. അത് ഒരാളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കും എന്നുള്ളതും ഒക്കെ പുള്ളിക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ട്. നമുക്ക് അതില്ല. ഒരു മനുഷ്യൻ അതില്ല. ഒരിക്കലും മനുഷ്യനെ കൊണ്ട് അതാവില്ല. ഇപ്പൊ ഈ ലോകത്തിൽ തന്നെ ജീവിക്കാനാണെങ്കിൽ ആരും മരിച്ചു പോകില്ലല്ലോ. ഈ ലോകവാസം മാത്രമേ അല്ലെങ്കിൽ ഇവിടെ തന്നെ ആൾക്കാർ എല്ലാവരും ജീവിക്കൂലേ? എന്തിനാ ആൾക്കാർ മരിക്കുന്ന? മരണം ഉണ്ടാവില്ലല്ലോ മനുഷ്യന് മരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്നെ കൊടുത്തേക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് എന്തായാലും കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഉരുൾപൊട്ടൽ, പ്രളയം, അങ്ങനെ ഉണ്ടായ കുറെ പ്രശ്നങ്ങളിൽ ഒരുപാട് കുഞ്ഞുമക്കൾ മരിച്ചു പോയിട്ടുണ്ടല്ലോ. അത് ദൈവത്തിന് തടുക്കാമായിരുന്നില്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എനിക്കിപ്പോൾ പ്രതീക്ഷിക്കാം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ ഉരുൾപൊട്ടലും ഈ പ്രളയമൊക്കെ മനുഷ്യരുടെ വികസനം എന്നുള്ള പേരിന്റെ ആർത്തിമൂലം ഉണ്ടായിട്ടുള്ള ഒരു കാര്യങ്ങളല്ലേ? അപ്പൊ ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മൾ തന്നെയല്ലേ? അപ്പൊ എന്തിനാണ് അതിന്റെ കാര്യത്തിൽ ദൈവത്തിന് നമ്മൾ പഴി പറയുന്ന ആവശ്യം? നല്ലൊരായത്തുണ്ട്. ലോകത്തുള്ള മരണപ്പെട്ടു പോയ മുഴുവൻ ജനങ്ങൾ വന്ന് നിന്നാലും, മാലാഖമാർ മുഴുവൻ വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്നാലും, എന്തെല്ലാം അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടാലും എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കില്ല, ദൈവം ഉദ്ദേശിച്ചവർ ഒഴികെ. അതുകൊണ്ട് ദൈവനിഷേധം ഊട്ടി ഉറപ്പിച്ചവർക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. ദൈവത്തിന്റെ സഹായവും ഉദ്ദേശവും ഉള്ളവർ മാത്രമാണ് ദൈവവിശ്വാസികളായിട്ട് മാറുക എന്നുള്ളത്. പിന്നെ ദൈവം ഇല്ലെന്നൊക്കെ പറയുന്നവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത് പോലും ദൈവത്തിന്റെ ദാനമാണെന്നുള്ളത് മറക്കണ്ട. അത് നിന്ന് പോകാൻ അധികം ടൈമൊന്നും വേണ്ട. അപ്പൊ ഹാവ് എ ഗ്രേറ്റ്.